സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ എന്തിനാണ് ഉണ്ടായത്? അത് ഞാനല്ല പറയേണ്ടത്, പിന്നെ പറയേണ്ടതോ അവരാണ്. അങ്ങനെ ഒരു ക്ലിപ്പാണ് ഞാൻ നിങ്ങളെ ഫസ്റ്റ് കേൾപ്പിക്കുന്നത്. നിങ്ങൾ വളരെ കാതുകൂർപ്പിച്ച് ആ പറയുന്നത് എന്താണ് എന്ന് കേട്ടതിന് ശേഷം ഖുർആനിലേക്ക് വരിക. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലവനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് എന്നാവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്ന മുന്നിലുകള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദോതുന്ന അവർക്ക് ജന്മദിനാഘോഷത്തിൽ സന്തോഷിക്കുന്ന 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ലോകത്ത് വന്നു. ഏതെങ്കിലും ഒരു നബി ഞാൻ വന്നത് ഒരു മഹാനായ ഷെയ്ഖിനെ വിളിക്കാനും അത് ഉറക്ക വിളിക്കുന്ന യാ ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് ജീലാനുകാരനായ മുഹിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് ഇബാദത്ത് ചെയ്യാനാണ് ഒരു പ്രസ്ഥാനം ഉണ്ടായത് എന്ന് പരസ്യമായിട്ട് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾക്ക് പ്രവാചകന്മാരുമായി ഒരു ബന്ധവും ഇല്ല എന്നാണ് ആ പറഞ്ഞത്. എന്തിനാണ്? വളരെ ഉച്ചൈസ്തരം ഉറക്കെ ഔസുൽ ഔലമിനെ ആവേശപൂർവ്വം വിളിക്കുന്ന ഒരു ജനതയെ ഉണ്ടാക്കാനാണ് സമസ്ത ഈ കേരളത്തിൽ ഉണ്ടായത്. നിങ്ങൾ പറയൂ, ഇതിനെന്ത് ഖുർആന്റെ പിൻബലമുള്ളത്? ഏത് ഹദീസിന്റെ പിൻബലമുള്ളത്? ഒരു ഖുർആനിക വചനം. ഔസുൽ ഔലമിനെ വിളിപ്പിക്കലാണ് ഇസ്ലാമിക സംഘത്തിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രത്യേകത എന്ന് ലോകത്തെ പഠിപ്പിച്ച ഏത് വചനമാണുള്ളത്? ഏത് ഇബാറത്താണുള്ളത്? നിങ്ങൾ മനസ്സിലാക്കുക. എന്താ പറഞ്ഞത്? ആവേശപൂർവ്വം ഔസുൽ ഔലമിനെ വിളിക്കാം. അങ്ങനെ വിളിച്ചാൽ കുഴപ്പമില്ല. അത് ആവേശപൂർവ്വം വിളിക്കുന്ന ഒരു സംഘത്തെ ഉണ്ടാക്കാനാണ് സമസ്ത ഉണ്ടായത്. നാം അത് അക്ഷരാർത്ഥത്തിൽ വിജയിക്കുകയും ചെയ്തു. അള്ളാനെ മാത്രം വിളിക്കുന്ന ആളുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അള്ളാന്റെ സൃഷ്ടികളെ ആവേശപൂർവ്വം വിളിക്കുന്ന, ഞാൻ നിങ്ങളോട് ചോദിക്കണം, നിങ്ങളുടെ നബി ആരാണ്? സമസ്തക്കാരോട് ഞാൻ തുറന്നു ചോദിക്കണം, നിങ്ങളുടെ പ്രവാചകൻ ആരാണ്? നിങ്ങൾ പറഞ്ഞോ, പേര് പറഞ്ഞോ. മുഹമ്മദ് നബി എന്നാണോ? ഞാൻ നബീന്റെ ഇങ്ങനെ ഒരു വാചകം കൊണ്ടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ 500 എണ്ണം നടത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ചെലുതും വെറുതുമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രസംഗം എന്നെ അള്ളാഹു തെരഞ്ഞെടുത്തയച്ചത് ഇബ്രാഹിം നബി ആവേശപൂർവ്വം വിളിക്കാനാണ് എന്നൊരു ക്ലിപ്പ്, എന്നൊരു പ്രസംഗം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയോ? ഇബ്രാഹിം നബി വന്നിട്ട് വാപ്പാനോട് ഞാൻ നൂഹ് നബീനെ ഉറക്ക വിളിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കാനാണ്, വിളിക്കു വാപ്പ നൂഹ് നബീനെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളോട് ചോദിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് ക്ഷണിക്കുകയാണ്, വിശുദ്ധ ഖുർആനിലേക്ക്. ആ വിശുദ്ധ ഖുർആനിന്റെ ഏതാനും വാചകങ്ങൾ ഇതിനോട് അനുബന്ധമായി ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ശരിക്കും നോക്കിക്കോളൂ നിങ്ങൾ. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂലാ അൻ അബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്ത് നഹ്ൽ 36-ാമത്തെ വചനം. ഈ വചനത്തിൽ എന്താ ഉള്ളത്? തീർച്ചയായും ഓരോ സമുദായത്തിലും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഓരോ സമൂഹത്തിലും വലികുല്ലി ഖൗമിൻ ഹാദ്. സൂറത്ത് റഅദിലാണ്, സൂറത്ത് മുഹമ്മദിലാണ്, 7-ാമത്തെ വചനമാണ്. അതുപോലെ സൂറത്ത് റഅദിലെ 24-ൽ പറയുന്നു, എല്ലാ സമൂഹത്തിലേക്കും താക്കീതുകാർ വന്നിട്ടുണ്ട്. കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറാ. എല്ലാ സമൂഹത്തിലും. ഇവിടെ എന്താ പറഞ്ഞേ? തീർച്ചയായും ഓരോ സമുദായത്തിലും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തിന്? മഹാന്മാരാ ഔലിയാക്കളെ വിളിക്കുന്ന ആവേശപൂർവ്വമുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കാനെന്നാണോ അല്ല പറഞ്ഞത്? ആണെങ്കിൽ മൊയ്ലിയാരെ നമുക്ക് അംഗീകരിക്കാം. നമ്മൾ ഈ മൊയ്ലിയാരെ കൊണ്ടുവരുന്നത് എന്തിനാണ്? ഈ മൊയ്ലിയാരെ ക്ലിപ്പ് കളിപ്പിച്ച എന്തിനാണ്? അയാൾ ഖുർആന്റെ നിഷേധിയായതുകൊണ്ടാണ്. പ്രവാചകന്മാരുടെ നിഷേധം, അതാണ് അയാളുടെ മുഖമുദ്ര. അയാൾ ആരാണ്? അള്ളാഹുവിനെ നിഷേധിച്ച ആളാണ്, റസൂലിനെ നിഷേധിച്ച ആളാണ്, ഖുർആൻ വായിക്കാത്ത ആളാണ്. ഇത്രയും ഞാൻ ഗൗരവമായി പ്രസ്താവിക്കുന്നു. മതം തമാശയല്ല. ആളുകളുടെ ഇഷ്ടം പിൻപറ്റാൻ വേണ്ടി ഒരു വാക്കും ഞാൻ ഈ സ്റ്റേജ് പറയില്ല. എനിക്ക് അള്ളാഹിനെ കണ്ടുമുട്ടണം, അതുകൊണ്ട് ഞാൻ സത്യം മാത്രം പറയും. അസത്യം പറയില്ല, ഒരാളെ പേരിലും കുതിര കയറില്ല, ഒരാളെയും വ്യക്തിപരമായി ആക്ഷേപിക്കില്ല. വിഷയം പറഞ്ഞു പോവാണ് ചെയ്യുന്നത്. കേട്ടോളൂ എന്താ അയാൾ പറഞ്ഞത്? മൊയ്തീൻ ഷെയ്ഖിനെ ആവേശപൂർവ്വം വിളിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കാനാണ്. ഇനി അള്ള പറയുന്നതോ, പ്രവാചകന്മാർ വന്നു, എല്ലാ സമൂഹത്തിലും പ്രവാചകന്മാർ വന്നു.
അവരെന്താണ് ആദ്യം പറഞ്ഞത്? ജനങ്ങളെ അഭിസംബോധന ചെയ്ത് അവർ പ്രസംഗിച്ചത് എന്താണ്? അനഅബ്ദുല്ലാ, അല്ലാഹനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. വജിത്തനിബുത് താഗൂത്ത്, എല്ലാ ദുർമൂർത്തികളെയും എല്ലാ സൃഷ്ടികളിൽപ്പെട്ടവരെയും നിങ്ങൾ കൈവടിയണം. ഇത് പറഞ്ഞിട്ടാണ് പ്രവാചകന്മാർ വന്നത് എന്ന് അല്ലാഹ് പറയുന്നു. മൊയ്ലിയാര് പറയുന്നത് നമ്മളവിടെ രൂപീകരിക്കപ്പെട്ടത്, നമ്മുടെ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായത് എന്തിനാണ്? മൊയ്തീൻ ശൈഖിനെ ഔസുൽ ആലമിനെ ആവേശപൂർവ്വം വിളിക്കാനാണ്. ഇത് ദീനല്ല കൂട്ടരെ, ഇത് പച്ച ശിർക്കാണ്. അപ്പൊ ഒരു പ്രസ്ഥാനം ഇവിടെ രൂപീകരിക്കപ്പെട്ടത് തന്നെ എന്തിനാണ്? നരകത്തിലേക്ക് മനുഷ്യരെ നയിക്കാനാണ് എന്നൊരു മുസ്ലിയാർ പ്രസംഗിക്കുകയാണ് പച്ച മലയാളം. വയാ ഖൗമി മാലി അദൂകും ഇലൻ നജാത്ത് വതുദൂനനി ഇലൻ നാർ. 40-ാം അധ്യായം 41-ാമത്തെ വചനം. ആ വചനത്ത് പറയുന്നത് എന്താ? വയാ ഖൗമിയേ, ജനങ്ങളെ, മാലി, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങളെ ഞാൻ നജാത്തിലേക്ക് വിളിക്കുന്നല്ലോ, നിങ്ങൾ ഞങ്ങളെ നരകത്തിലേക്കാണല്ലോ വിളിക്കുന്നത്. വജഅൽനാഹും അഇമ്മതൻ യദൂന ഇലന്നാർ. ഖുർആൻ പറഞ്ഞ മക്ക പണ്ഡിതന്മാരിൽ ഒരു സംഘം നരകത്തിലേക്ക് നയിക്കാനുണ്ട്. 28-ാം അധ്യായം 41. മുജാഹിദ് ബാലിശന്റെ വകയാൻ തോന്നുന്നുണ്ട്. എടുത്തു നോക്കി ആ ഖുർആനായിട്ട് സ്റ്റേജിൽ വന്നോ, ഒരു പ്രശ്നവുമില്ല, സമാധാനത്തോടെ. 40-ാം അധ്യായം 41 പറയണെന്താ? ഞങ്ങൾ നിങ്ങളെ നജാത്തിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഒരു പറ്റം പണ്ഡിതന്മാർ ലോകത്തുണ്ട്, അവർ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരാണ്. ഞാൻ പറഞ്ഞല്ല, 28-ാം അധ്യായം സൂറത്ത് ഖസസ് 41. മുജാഹിദുകളോട് എനിക്കുള്ള അപേക്ഷ എന്താ അറിയോ? ഞാനിവിടെ ഉദ്ധരിക്കുന്ന ആയത്ത് ആദ്യം പഠിക്കേണ്ടത് നമ്മളാണ്, പഠിക്കുന്ന വേണം. ഇത് സമ്പൂർണമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തിന്റെ നോട്ടാത്. ഇത് നമ്മളെ ശരിക്കും മനസ്സിലാക്കുക. അടുത്ത വാചകം 21-ാം അധ്യായം സൂറത്ത് അംബിയ 25-ാമത്തെ വചനം. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അന ഫഅബ്ദൂൻ. സൂറത്ത് അംബിയ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്ന അധ്യായം. ഏതെങ്കിലും ഒരു നബി എണീറ്റെന്ന് ഈ മൊയ്ലിയാര് പറഞ്ഞ പോലെ പറഞ്ഞോ? മൊയ്തീൻ ശൈഖിനെ ഉച്ചൈസ്വരം വിളിക്കുന്ന, ആവേശപൂർവ്വം വിളിക്കുന്ന ഒരു ജനതനെ ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞോ? ഇല്ല. എന്നാ നബിമാരെന്താ പറഞ്ഞത്? ഞാനല്ലാതെ യാതൊരു ദൈവവുമില്ല, അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കൂ എന്ന ബോധനം നൽകിക്കൊണ്ടല്ലാതെ ഒരു ദൂതനെയും നിനക്ക് മുമ്പ് ഞാൻ അയച്ചിട്ടില്ല. മുഹമ്മദ് നബിയെ താങ്കൾക്ക് മുമ്പ് ഒരു നബിയും, ഒരൊറ്റ നബിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മെസ്സേജ് പറയാനല്ലാതെ വന്നിട്ടേ ഇല്ല. അതുകൊണ്ടാ റസൂൽ പറഞ്ഞ എന്ത്? അഫ്ളലു മാ കുൻതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ മുമ്പ് കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാരും ഒന്നാമതായി ശ്രേഷ്ഠമായി പറഞ്ഞിട്ടുള്ള കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അപ്പൊ എത്ര ഖുർആന്റെ വചനായി? എത്ര വചനം ഉദ്ധരിച്ചു? വല്ലവരും എണ്ണിയിരുന്നോ? അടുത്തത് അല്ലാഹ് പറയാൻ, പടച്ച തമ്പുരാൻ നമ്മളോട് എടുത്തെടുത്ത് പറയാൻ. 20-ാം അധ്യായം സൂറത്ത് ത്വാഹയാണ്. അതിലൊരു വാചകം കേട്ടോ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്നാ. അല്ലാഹു അവനല്ലാതെ ഒരാരാധനുമില്ല, അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ചിന്തിച്ചു നോക്ക്, ചിന്തിക്ക്. ഇനി അടുത്ത വാചകം ഫസ്റ്റ് പറഞ്ഞതിന്റെ ബാക്കി കേൾക്കാൻ വേണ്ടിയാണ്. അള്ളാന്റെ ഗ്രന്ഥം പറയുമ്പോൾ അതൊരു മനോഹരമാണല്ലോ. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സദസ്സിലുള്ളവർക്ക് ഈമാൻ ഉണ്ടാകും, ഈമാൻ വർദ്ധിക്കും. അള്ളാഹ് പറഞ്ഞ 8-ാം അധ്യായം 2-ാമത്തെ വചനം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ. അല്ലാഹുവിന്റെ ഗ്രന്ഥം 41-ാം അധ്യായം 30-ാമത്തെ വചനം. അതിലെന്താ പറയുന്നത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അള്ളയാണ് ഞങ്ങളുടെ റബ്ബ്, സുമ്മസ്തഖാമു, പിന്നെ നേരെ ചൊവ്വേ നിൽക്കുന്നവർ.
അള്ളാനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവർ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും സൃഷ്ടികളിലേക്ക് അനുവദിക്കപ്പെട്ടതിൽ പോലും അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയാ പഠിപ്പിക്കുന്നത്. ചോദിക്കാന്ന് പറഞ്ഞ കാര്യം പോലും ചോദിക്കാതെ നിൽക്കലാണ് ശരിക്കുള്ള വിശ്വാസിയുടെ പ്രത്യേകത. ഇസ്ലാം അത് വളരെ ഗൗരവമായി. ചോദിക്കാൻ അനുവദിച്ചത് പോലും ചോദിക്കാൻ മടിക്കണമെന്ന് പഠിപ്പിച്ച, ഒരു ഉപ്പില്ലെങ്കിൽ അള്ളഹാനോട് ചോദിച്ചോന്ന് പഠിപ്പിച്ച, ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പടച്ചോനോട് ചോദിച്ചോന്ന് പഠിപ്പിച്ച ഒരു മതം. ഒന്ന് ആലോചിച്ച് നോക്ക്.